നമസ്കാരം. ചിത്രം വിചിത്രത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സൂര്യ കോമഡിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 40 വർഷം ദൈർഘ്യമുള്ള ചലച്ചിത്ര അഭിനയ ജീവിതം. ഇതിനിടയിൽ ജീവൻ നൽകിയത് 100ഓളം കഥാപാത്രങ്ങൾക്കാണ്. ഇങ്ങനെ ഒരു നടൻ പക്ഷെ ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്നത് താൻ ചെയ്ത് ഫലിപ്പിച്ച ഒരൊറ്റ കഥാപാത്രത്തിന്റെ പേരിലാണ്. സോറി ചേട്ടാ, എനിക്ക് എപ്പോഴും ഈ അബദ്ധം പറ്റാറുണ്ട്. മുകളിലത്തെ റൂമിന് വരും, താഴത്തെ റൂമിലോട്ട് പോകും, താഴത്തെ റൂമിന് വരും, മുകളിലത്തെ റൂമിലോട്ട് വരും. ക്ഷമിക്കണം ചേട്ടാ, പ്ലീസ്. ചേട്ടന്റെ സ്ഥാനത്ത് വേറെ വല്ലവരായിരുന്നു ഞാൻ കള്ളനെന്ന് വിചാരിച്ചേനെ. അങ്ങനെ പറയുമ്പോൾ ഈ കഥാപാത്രം എത്രത്തോളം മികച്ചതായിരുന്നുവെന്നും എത്രമാത്രം സ്വീകാര്യമായിരുന്നുവെന്നും അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മറ്റാരുമല്ല, മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായ അപ്പുക്കുട്ടൻ. അതെ, അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ ജഗദീഷാണ് ചിത്രം വിചിത്രത്തിലെ ഇന്നത്തെ താരം. അപ്പുക്കുട്ടൻ ബോംബെയിൽ സെറ്റിൽഡാണ്. ഭാര്യ ജാനകി, ഒരു വെടിക്ക് 2 പക്ഷികൾ എന്ന് പറയുന്ന പോലെ 2 ഇരട്ട കുട്ടികൾ. സന്തുഷ്ട കുടുംബം. പക്ഷെ കുറച്ചുകൂടി അടുത്തിയെന്ന് നോക്കിയാൽ കാര്യം ഇതൊക്കെയാണെങ്കിലും ആളൊരു പോലീസാ, സോറി ഡോക്ടറാ, ഡെന്റിസ്റ്റ്. സിനിമയിൽ ഒരു ഹാസ്യ നടനായി തിളങ്ങിയിരുന്ന ജഗദീഷ് തന്റെ വ്യക്തി ജീവിതത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. എംകോമിന് റാങ്ക് ഹോൾഡറായ അദ്ദേഹം ഒരു ബാങ്ക് ഓഫീസറായിട്ടാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് ആ ജോലി ഉപേക്ഷിച്ച അദ്ദേഹം ഒരു കോളേജ് ലെക്ചറായി ജോലി നോക്കി തുടങ്ങി. അതിനിടയിലാണ് 1984 ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ട് സിനിമാ ലോകത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയ്ക്ക് ശേഷം ജഗദീഷിന് സിനിമയിൽ നിന്നും ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ലഭിച്ചു തുടങ്ങി. അഭിനയ ജീവിതത്തോടൊപ്പം തന്നെ അധ്യാപക ജോലിയും അദ്ദേഹം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ 1990-ലാണ് ജഗദീഷിന്റെ സിനിമാ കരിയറിൽ അദ്ദേഹത്തിന് ആദ്യത്തെ ബ്രേക്ക് ലഭിക്കുന്നത്. സിദ്ദിഖ് ലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഇൻ ഹരിയർ നഗർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത്. ഹാസ്യത്തിന് ഏറെ പ്രാധാന്യം നൽകിയ ഈ ചിത്രത്തിൽ ജഗദീഷ് അവതരിപ്പിച്ച അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രം പ്രേക്ഷകർ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായി അപ്പുക്കുട്ടൻ തുടരുകയാണ്. ഡോക്ടർ അപ്പുക്കുട്ടൻ നായർ. ഡോക്ടറാ? സത്യമായിട്ടും കോട്ടുണ്ടില്ലേ? എവിടെയാ സ്ഥലം? ആലുവ. സോറി, ലിഫ്റ്റ് തരാൻ നിവർത്തിയില്ല. ദുബായിൽ നിന്ന് എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് വരുന്നുണ്ട്, എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ. മഹാദേവൻ, അവനെ വെയിറ്റ് ചെയ്യണം. എന്താ ഇവിടെ നിന്ന് എന്റെ അങ്കിൾ വരുന്നുണ്ട്. ഇൻ ഹരിയർ നഗർ എന്ന ചിത്രത്തിന്റെ വിജയം ആ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. ആ ചിത്രത്തിന്റെ വിജയത്തോടുകൂടി ജഗദീഷ് ഒരു ജനപ്രിയ നടനായി മാറുകയും നായക നടൻ എന്ന നിലയിലേക്ക് വളരുകയും ചെയ്തു. മലയാള സിനിമയിലെ കച്ചവട മൂല്യമുള്ള നടന്മാരിൽ ഒരാളായി 1990-കളിൽ ജഗദീഷ് നിലകൊണ്ടു. അപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നീ ഒഴിഞ്ഞു മാറി അല്ലേ? എടാ, 20-ാം നൂറ്റാണ്ടിലെ യൂദാസിന്റെ പതിപ്പാ നീ. എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും പറയണ്ട. തൊമ്മിച്ചനെ തപ്പിക്കൊണ്ടുവന്ന് ഞാനാ. എന്റെ കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ തൊമ്മിച്ചനെ പിൻവലിക്കും. എല്ലാത്തരം ചലച്ചിത്ര പ്രേക്ഷകരും എന്നും ഒരുപോലെ ആസ്വദിക്കുന്ന ഒന്നാണ് ഹാസ്യം. അതുകൊണ്ട് തന്നെ ഹാസ്യം അവതരിപ്പിക്കുന്ന നടീനടന്മാരെന്നും ജനപ്രിയരാണ്. ഹാസ്യം കൈകാര്യം ചെയ്യുന്ന നായക നടൻ എന്ന നിലയിലാണ് ജഗദീഷിന് തിളങ്ങുവാൻ സാധിച്ചത്. ആയതിനാൽ ജഗദീഷ് നായകനാകുന്ന എല്ലാ ചിത്രങ്ങളും തിയേറ്ററുകളിൽ ആള് നിറയ്ക്കുകയും ചെയ്തു. ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി എൻ മാൻകിടാവേ. നിന്റെ മെയ്യിൽ പാതി പകുത്തു തരൂ, നിന്റെ മനസ്സിൽ പാതി എടുത്തു തരുമോ? ദൂരെ കിഴക്കുതിച്ചു മാണിക്യ ചെമ്പഴുക്ക. എന്താ ഇത്? സ്റ്റാഫ് മീറ്റിംഗിലെ നോട്ടീസ് അല്ലേ ഇതോ? അയ്യോ, ഇത് മാറിപ്പോയി. ഇത് ഞാൻ എഴുതിയ ഒരു നാടകഗാനമാ. ഇതാ നോട്ടീസ്. ടീച്ചർക്ക് നാടകഗാനം ഇഷ്ടമാണോ? 1990-കളിൽ ഏതാണ്ട് 50ഓളം ചിത്രങ്ങളിൽ ജഗദീഷ് നായകനായി അഭിനയിച്ചു. കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിക്കാൻ സാധിച്ച ചിത്രങ്ങളായതുകൊണ്ട് തന്നെ അവയിൽ ഭൂരിപക്ഷവും തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. എത്ര ദൈർഘ്യമുള്ള സംഭാഷണമായാലും രംഗമായാലും അത് ഹൃദയസ്ഥമാക്കി അഭിനയിച്ചു ഫലിപ്പിക്കുവാനുള്ള ജഗദീഷിന്റെ കഴിവ് അന്നേ ശ്രദ്ധേയമായിരുന്നു. വെരി കൾച്ചർലെസ്. സോറി മിസ്റ്റർ അച്യുതൻപിള്ളെ, ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ആം വർഗീസ് വളവിൽ, പ്രശസ്ത നോവലിസ്റ്റ്. വിളിക്കുന്നെങ്കിൽ അങ്ങനെ വിളിക്കണം.
1990 പുറത്തിറങ്ങിയ ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലെയും 1991 പുറത്തിറങ്ങിയ മിമിക്സ് പരേഡ് എന്ന ചിത്രത്തിലെയും ജഗദീഷ് അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ജനപ്രിയവും ശ്രദ്ധേയവുമായി മാറുകയായിരുന്നു. ഇതിൽ ഗോഡ് ഫാദർ എന്ന സിനിമയിൽ ജഗദീഷ് അവതരിപ്പിച്ച മായൻകുട്ടി എന്ന കഥാപാത്രം ഇന്നും പ്രേക്ഷകരിൽ ചിരി പടർത്തുന്നതാണ്. മലയാളത്തിൽ ഏറ്റവും അധികം ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ചിത്രമായി മാറിയ ഗോഡ് ഫാദറിലെ മായൻകുട്ടി എന്ന കഥാപാത്രത്തിന്റെ അവതരണത്തിലൂടെ ജഗദീഷ് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. ഓക്കെ സർ, ശരി സർ. ഈ മാസത്തിൽ തന്നെ ഇതിപ്പോ 10ാമത്തെ തവണയായി ഈ റോഡിൽ ആക്സിഡന്റ് നടക്കുന്നത്. കോൺസ്റ്റബിൾസിന് സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തേക്കു, ഒരു ലീനിയൻസും വേണ്ട, വൺ വേ തെറ്റിച്ച് വരുന്നവർക്കെതിരെ മുഴുവൻ കേസ് ചാർജ് ചെയ്തേക്കാൻ. ഓക്കെ. തന്റെ സുഹൃത്തും കോളേജിലെ സഹപാഠിയുമായിരുന്ന രാമഭദ്രന്റെ സന്തത സഹചാരിയായിരുന്ന മായൻകുട്ടി എന്ന ഉറ്റ സുഹൃത്തിനെ ജഗദീഷ് ഗോഡ് ഫാദറിൽ അവിസ്മരണീയമാക്കി. സുഹൃത്ത് രാമഭദ്രന്റെ എന്ത് പ്രശ്നത്തിനും മായൻകുട്ടി കൂടെ ഉണ്ടാകും. മുകേഷ് അവതരിപ്പിച്ച നായിക കഥാപാത്രമായ രാമഭദ്രന് വേണ്ടി ഓരോ ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടുന്ന മായൻകുട്ടി പ്രേക്ഷകരെ കുറച്ചൊന്നുമല്ല ചിരിപ്പിച്ചത്. ചിത്രത്തിൽ രാമഭദ്രന് കിട്ടേണ്ട അടികളുടെ എണ്ണം കുറഞ്ഞത് അവയെല്ലാം മായൻകുട്ടി വാങ്ങിയത് കൊണ്ടാണെന്ന് പറയേണ്ടി വരും. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി 400-ലധികം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം ഏകദേശം 50ഓളം സിനിമകളിൽ നായക നടനായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു ഹാസ്യ നടനായി എത്തുകയും പിന്നീട് സ്വഭാവ വേഷങ്ങളിലും നായക വേഷങ്ങളിലും തന്റെ മികവ് തെളിയിച്ച ഒരാൾ കൂടിയാണ് ജഗദീഷ്. എന്നിരുന്നാൽ പോലും മികച്ച മുൻനിര ഹാസ്യ നടന്മാരിൽ ഒരാളായിട്ടാണ് ജഗദീഷ് ഇന്നും അറിയപ്പെടുന്നത്. അയ്യോ, ജെട്ടിയിട്ടില്ല, ഇനിയിപ്പോ സമയമില്ല. ആരറിയാനാ? 1991 പുറത്തിറങ്ങിയ മിമിക്സ് പരേഡ് എന്ന ചിത്രം ജഗദീഷിന്റെ കരിയറിലെ ഒരു ചവിട്ടുപടിയായിരുന്നു. ഒരു പറ്റം മിമിക്രി കലാകാരന്മാരുടെ കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ ധാരാളം ഹാസ്യപ്രധാനമായ രംഗങ്ങളും ഉണ്ടായിരുന്നു. തുടർന്ന് വന്ന തിരുത്തൽവാദി, വെൽക്കം ടു കൊടൈക്കനാൽ, പ്രിയപ്പെട്ട കുക്കു എന്നീ ചിത്രങ്ങളും തിയേറ്ററുകളിൽ വിജയം കണ്ടു. എന്നാൽ ഇതിൽ വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തിന്റെ പ്രമേയവും ജഗദീഷിന്റെ കഥാപാത്രം ഒരൽപ്പം ഗൗരവമേറിയതാണ്. ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പോലെ തന്നെ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കുവാനും ഈ കഥാപാത്രത്തെ വിജയിപ്പിക്കുവാനും ജഗദീഷിന് സാധിക്കുകയും ചെയ്തു. അയാളുമായിട്ട് വെറുതെ അനാവശ്യമായിട്ട് ഒരു കശപിശ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ. അല്ലെങ്കിൽ അയാളെ കൊണ്ടല്ല, അയാളുടെ അപ്പൂപ്പനെ കൊണ്ട് ഓടി ഞാൻ മാറ്റിയിടിക്കും. വേണ്ട, എന്തിനാ വെറുതെ വയസ്സ് കാലത്തെ അപ്പൂപ്പനെ ബുദ്ധിമുട്ടിക്കുന്നത്? 1990കളിൽ ജഗദീഷ് എന്ന നടനിലെ ഹാസ്യതാരത്തെ മലയാള സിനിമ ആഘോഷിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഈ കാലയളവിൽ ജഗദീഷ് നായകനായ നിരവധി ചിത്രങ്ങളും പുറത്തിറങ്ങിയിരുന്നു. അവയിൽ ഭൂരിഭാഗവും വിജയ ചിത്രങ്ങളായിരുന്നു എന്നതാണ് ജഗദീഷിന് നേട്ടമായത്. ഇതേ കാലയളവിൽ തന്നെ മുൻനിര നായകന്മാരുടെ ചിത്രങ്ങളിൽ സപ്പോർട്ടിംഗ് റോളുകളിൽ അഭിനയിച്ചും ജഗദീഷ് കയ്യടി വാങ്ങി. മിന്നാമിനിങ്ങിനും മിന്നുകെട്ട്, ജാക്ക്പോട്ട്, ബട്ടർഫ്ലൈസ് എന്നീ ചിത്രങ്ങളെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഗോവിന്ദൻ മാഷ് ഞാനും കൂടെ എന്തോരം വെള്ളം അടിച്ചേക്കുന്നു, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ നിന്നെ വിശ്വസിക്കല്ലേ? എത്ര വേണമെങ്കിലും. പിന്നെ സ്ത്രീ വിഷയത്തിൽ എങ്ങനെ? ഏത് പെൺകുട്ടിക്കും എന്നെ കണ്ട ഒരു മോഹം തോന്നും. ജയറാമും ശോഭനയും നായികന്മാരായി എത്തിയ ചിത്രമായിരുന്നു മിന്നാമിനുങ്ങിനും മിന്നുകെട്ട്. ഹാസ്യത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ ചിത്രത്തിൽ ജയറാമിന്റെ ഉറ്റ സുഹൃത്തിന്റെ വേഷമാണ് ജഗദീഷ് അവതരിപ്പിച്ചിരിക്കുന്നത്. നായക കഥാപാത്രവും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് ആവശ്യമില്ലാതെ ഓരോ ഏടാകൂടങ്ങളിൽ ചെന്നു ചാടുന്ന ജഗദീഷിന്റെ കഥാപാത്രം പ്രേക്ഷകരിൽ ചിരി പടർത്തി. അതെ, ആ സമയത്ത് അന്നസറി ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇവിടെ സംസാരിച്ച് നാവിലെ വെള്ളം വെച്ചിരിക്കാം. കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടൊന്നുമില്ല. മോഹൻലാൽ നായകനായി എത്തിയ ചിത്രമായിരുന്നു ബട്ടർഫ്ലൈസ്. ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഉറ്റ സുഹൃത്തും സന്തത സഹചാരിയുമായിട്ടാണ് ജഗദീഷിന്റെ കഥാപാത്രം. ആക്ഷനും കോമഡിക്കും ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ചിത്രത്തിൽ ഹാസ്യരംഗങ്ങൾക്ക് കൂടുതൽ കൊഴുപ്പേകുന്നത് ജഗദീഷിന്റെ സാന്നിധ്യമാണ്. തന്റെ ഉറ്റ സുഹൃത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി അയാളുടെ കാമുകിയെ തട്ടിക്കൊണ്ടുവരികയാണ് മോഹൻലാലിന്റെയും ജഗദീഷിന്റെയും കഥാപാത്രങ്ങൾ. എന്നാൽ തട്ടിക്കൊണ്ടുവന്ന ആൾ മാറിപ്പോയി എന്നറിയുന്നിടത്താണ് ചിത്രത്തിൽ ചിരി പൊട്ടുന്നത്. ഇത്തരം നാടകീയമായ രംഗങ്ങളിൽ പോലും ഹാസ്യം അവതരിപ്പിക്കുന്നതിനുള്ള ജഗദീഷിന്റെ മികവ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മമ്മൂട്ടി നായകനായി എത്തിയ ജാക്ക്പോട്ട് എന്ന ആക്ഷൻ ചിത്രത്തിൽ പ്രേക്ഷകരുടെ പിരിമുറുക്കം കുറയ്ക്കുന്നത് ജഗദീഷിന്റെ കോമഡി രംഗങ്ങളാണ്. ഉമാദേവി അന്തർജനം അല്ലേ? അതെ, എന്റെ വേലയാണ് ഈ വേലി എന്ന് വെച്ചാല്. മനസ്സിലായി. ഓ, അപ്പോൾ ബ്രാഹ്മണനല്ലേ?
അതെ, കേരള ബ്രാഹ്മണൻ നമ്പൂതിരി. തുടർച്ചയായി പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ജഗദീഷിന്റെ കരിയർ നിലച്ചിരിക്കാതെ വന്നു ചേർന്ന ഒരു വ്യത്യസ്തമായ കഥാപാത്രമായിരുന്നു സ്ഥലത്തെ പ്രധാന പയ്യൻ എന്ന ചിത്രത്തിലെ നായകവേഷം. 1993 രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ പിറന്ന ഈ ആക്ഷൻ ചിത്രത്തിലൂടെ ജഗദീഷിന്റെ ഗൗരവമേറിയ ഒരു അഭിനയ രീതി പ്രേക്ഷകർ കാണുകയും ചെയ്തു. ആ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിയ ഈ ചിത്രത്തിൽ നെടുനീളൻ ഡയലോഗുകൾ കൊണ്ടും കുറുക്കിക്കൊള്ളുന്ന ചലനങ്ങൾ കൊണ്ടും പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുവാനും കയ്യടി വാങ്ങുവാനും ജഗദീഷിന് സാധിച്ചു. സോറി, ആള് നിൽക്കുന്ന കണ്ടില്ല. കണ്ണു കാണാതിരിക്കാൻ പ്രായമായില്ലല്ലോ എനിക്ക്. ഒരു അബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയാം, ഓവർ സ്മാർട്ടാ നോക്കിയതാ. എന്നിട്ടിപ്പോ ഒരു സോറി. സ്ഥലത്തെ പ്രധാന പയ്യൻ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ജഗദീഷിനെ തേടിയെത്തിയ നായക വേഷങ്ങളെല്ലാം തന്നെ ഹാസ്യത്തോടൊപ്പം ഗൗരവമേറിയതും ആഴമേറിയതുമായ കഥാപാത്രങ്ങളായിരുന്നു. ആക്ഷന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രായക്കര പാപ്പാൻ എന്ന ചിത്രത്തിൽ ഒരു ആനപ്പാപ്പാന്റെ വേഷവും മോഹൻലാൽ നായകനായി എത്തിയ മാന്ത്രികം എന്ന സിനിമയിൽ ഒരു സീക്രട്ട് ഏജന്റിന്റെ കഥാപാത്രവുമായിട്ടാണ് ജഗദീഷ് സ്ക്രീനിൽ എത്തുന്നത്. എന്തെങ്കിലും കഴിക്കാം? വേണ്ടല്ലേ? കഴിക്കാം. വേണ്ട, പാട്ട് വേണ്ട. പഠനത്തിൽ റാങ്ക് ഹോൾഡർ ആയിരുന്ന ഒരാൾ, കോളേജ് അധ്യാപകനായിരുന്ന ഒരാൾ, അദ്ദേഹം സിനിമയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ഗൗരവമേറിയ വേഷങ്ങളായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക, അല്ലെ? എന്നാൽ അതിന് നേരെ വിപരീതമാണ് ജഗദീഷ് എന്ന നടനിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിച്ചത്. മലയാളത്തിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഹാസ്യ നടന്മാരിൽ മുൻപന്തിയിൽ തന്നെയാണ് ജഗദീഷിന്റെ സ്ഥാനം. എന്തിനാടാ നീ എന്നോട് ചതി ചെയ്തത്? നിന്നോടുള്ള അമിത സ്നേഹം കൊണ്ടല്ലടാ. എന്നെ കൊല്ലാനല്ലേടാ തേവർമാരുടെ മുന്നിൽ എന്നെ ഇട്ട് കൊടുത്തത്? നിന്നോട് ആരെ പറഞ്ഞ മങ്കി കാപ്പ് വെച്ചിട്ട് വരാൻ? നിന്റെ തന്ത. 1995 പുറത്തിറങ്ങിയ സിംഹവാലൻ മേനോൻ എന്ന ചിത്രം ജഗദീഷിന്റെ കരിയറിലെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. വിജയ് തമ്പിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഈ ഹാസ്യ ചിത്രത്തിൽ ജഗദീഷും മധുവുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇംഗ്ലീഷ് വാക്കുകൾ സംസാരിക്കുന്നവരോട് വിരോധമുള്ള മാതൃഭാഷ സ്നേഹിയായ MDയുടെ മുൻപിൽ ഇന്റർവ്യൂവിനെത്തുന്ന ആളെയാണ് ജഗദീഷ് ഈ ചിത്രത്തിൽ അഭിനയിപ്പിച്ച് കസറിയത്. നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന പല ഇംഗ്ലീഷ് വാക്കുകളുടെയും മലയാള തർജ്ജമ ചെയ്ത പ്രയോഗങ്ങൾ വളരെ സരസമായ രീതിയിലാണ് ജഗദീഷ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. മാത്രമല്ല, സിനിമയുടെ ആദ്യ അവസാനം മുതലുള്ള ജഗദീഷിന്റെ പ്രകടനം കാണികളെ നിർത്താതെ ചിരിപ്പിക്കുകയും ചെയ്തു. ഇതെന്താ മൊബൈൽ ഫോണിന്റെ മൊബൈൽ ഷോപ്പോ? ഏതൊക്കെ റേഞ്ചിലുള്ള ഫോണുണ്ട്? ആദ്യം തന്റെ ഈ കോപ്പിലങ്ങാടിയിൽ ഒരു മൊബൈൽ ടവർ ഉണ്ട് നോക്കി. ഒന്നിന് റേഞ്ചില്ല. കോപ്പിലങ്ങാടിയല്ല, പോക്കറങ്ങാടി. കിണ്ണം കട്ട കള്ളൻ എന്ന ചിത്രത്തിലെ സബ് ഇൻസ്പെക്ടർ ഭാഗ്യനാഥൻ എന്ന കഥാപാത്രം ജഗദീഷിന്റെ രസകരമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ഒരു പറ്റം കള്ളന്മാരുടെ കഥ പറയുന്ന ഈ ചിത്രത്തിൽ സബ് ഇൻസ്പെക്ടറായി ജഗദീഷ് രസകരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. കള്ളന്മാരെ പിടിച്ച് തന്റെ കഴിവ് തെളിയിക്കുവാൻ ശ്രമിക്കുകയും എന്നാൽ ഓരോ തവണയും ഇളിഭ്യനാകുന്ന ഭാഗ്യനാഥൻ പ്രേക്ഷകരിൽ ചിരി പടർത്തി. ഞാൻ ആ പണി നിർത്തി. അന്ന് പുതുപ്പള്ളിയിൽ നിന്ന് എനിക്ക് അടി കിട്ടിയതിന്റെ ചൂട് ഇപ്പോഴും പോയിട്ടില്ല. ഞാൻ കെട്ടാൻ പോണ പെണ്ണ് കുഞ്ഞുമോള്, എന്റെ പെണ്ണ്, നീ എന്ത് വിചാരിച്ച്? 1997 പുറത്തിറങ്ങിയ സൂപ്പർമാൻ എന്ന ചിത്രത്തിലെ SI ബാലചന്ദ്രൻ എന്ന കഥാപാത്രം ജഗദീഷിന്റെ കരിയറിലെ മറ്റൊരു ശ്രദ്ധേയമായ കഥാപാത്രമാണ്. റാഫി മെക്കാട്ടിന്റെ സംവിധാനത്തിൽ ജയറാമും ശോഭനയും നായകന്മാരായി എത്തിയ ഈ ചിത്രം ഒരു ആക്ഷൻ കോമഡി സിനിമയായിരുന്നു. ഒരു പ്രതികാര കഥ വളരെ രസകരമായി പറയുന്ന സൂപ്പർമാൻ എന്ന ചിത്രത്തിൽ നായകന്റെ ചെയ്തികൾക്കെല്ലാം കൂട്ടുനിൽക്കുന്ന വിശ്വസ്ത സുഹൃത്തായ SI ബാലചന്ദ്രൻ എന്ന കഥാപാത്രമായി ജഗദീഷ് ആ ചിത്രത്തിൽ നിറഞ്ഞാടി. ആ വർഷത്തെ വലിയ വിജയങ്ങൾ നേടിയ സിനിമകളിൽ ഒന്നായി മാറി സൂപ്പർമാൻ. ഞാൻ പപ്പൻ പ്ലാവിള. ആരെ? ഗാനരചയിതാവും നടനുമാണ്. പക്ഷെ കണ്ടാ തോന്നുന്നില്ല. എല്ലാവരും ഇത് തന്നെ പറയുന്നു. എന്റെ അഭിനയം കണ്ടാ സാറിന് ശരിക്കും തോന്നും. ചെരുപ്പൂരി അടിക്കാനല്ലേ? പിന്നെ ഞാൻ അഭിനയിച്ച് കാണിച്ചു തരാം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് സമയമില്ല. എനിക്ക് ലൊക്കേഷൻസ് കാണാൻ പോണം. ഒരു മിനിറ്റ് രാധേ, ഇത്രയും നേരം നീ ഇടവയായിരുന്നു. എടോ, നാക്കുളുക്കാതെ ഡയലോഗ് പോലും പറയാൻ പറ്റാത്ത തനിക്ക് എങ്ങനെ ചാൻസ് തരാൻ പറ്റില്ല? രാധേ, എനിക്കിത് കേൾക്കണ്ട. ഞാൻ തനിക്കൊരു ഡയലോഗ് പറഞ്ഞു തരാം. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ തനിക്കൊരു ചെറിയ വേഷം തരാം. ഓക്കെ? താനൊരു വില്ലനാണ്. പഴയ ഡയലോഗ് തന്നെ കൊടുക്കാം. നോക്കിയോ? ഈ നെട്ടൂരാനോട് അനോടാ നിന്റെ കളി. നാക്കുളുക്കഥ തെറ്റാതെ പറഞ്ഞേ. ഈ നെട്ടൂരാനോട് ഒരു ചാൻസ് കൂടി. തെറ്റരുത്. തെറ്റില്ല. എന്റെ ക്ഷമയെ പരിശോധിക്കരുത്. എന്നാ ചെയ്തേ? ഒരിക്കൽ കൂടെ പറഞ്ഞു. ഓക്കെ, തുമ്മിയത് ഓക്കെ. ബാക്കി ഡയലോഗ് പറ. ഒന്നുകൂടെ പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞുതരാം. ഈ നെട്ടൂരാനോട് നോക്കിയോ? ഈ നെട്ടൂരാനോട് കൂടെ പറയാ. താൻ കറക്റ്റ് ആയിട്ട് ഒറ്റയ്ക്ക് പറഞ്ഞ വേറെ കാര്യം അവന് ഭ്രാന്താന്നേ. മതി, അവര് പോയി.
അയ്യോ സാർ സാർ ഞാൻ പഠിച്ചു. അവര് പോയി. നിസ്സാര ഡയലോഗ് പറയാൻ പറ്റും. നീയാണ് സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നത്. ഈയിടെ ഒരു നടൻ മനസ്സിരുത്തി ഡയലോഗ് പറയണം. എന്നെ ശ്രദ്ധിക്കുക. കളി കടാ പോയി ചായ വാങ്ങിച്ചോടാ. നീ ഒന്നും ഒരു കാലത്ത് സിനിമ കാണാൻ പോണില്ല. ജഗദീഷിന്റെ സിനിമാ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു ജൂനിയർ മാൻഡ്രേക്ക് എന്ന ചിത്രം. അലി അക്ബറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ജൂനിയർ മാൻഡ്രേക്ക് എന്ന ഈ ഹാസ്യ ചിത്രത്തിൽ പ്രദീപ് നായർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ജഗദീഷ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ആദിവാസി സംഗീതത്തിൽ ഗവേഷണം നടത്തുന്ന യുവാവാണ് പ്രദീപ് നായർ. മലയാളികളുടെ ഇഷ്ടചിത്രമായി ഇന്നും തുടരുന്ന സിനിമയാണ് ജൂനിയർ മാൻഡ്രേക്ക്. അപശകുനമായി കരുതുന്ന ഏതൊരു വസ്തുവിനെയും മാൻഡ്രേക്ക് എന്ന തമാശ രൂപേണ വിളിക്കുന്ന ശീലം മലയാളികൾക്ക് ഇന്നുമുണ്ട്. ഇതുകൊണ്ടൊന്നും ശരിയാവുമെന്ന് എനിക്കും തോന്നുന്നില്ല. ഇതിന് വേറെ മരുന്നുണ്ട്. സിനിമയിൽ തന്നെ മുൻനിരയിലേക്ക് എത്തിച്ച് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിനോടൊപ്പം ജഗദീഷ് വീണ്ടും കൈകോർത്ത ചിത്രമായിരുന്നു 1996 പുറത്തിറങ്ങിയ ഹിറ്റ്ലർ. സിദ്ദിഖ് സംവിധാനം ചെയ്ത് ലാൽ നിർമ്മിച്ച് മമ്മൂട്ടി നായകനായ ഈ ചിത്രത്തിൽ ഹൃദയഭാനു എന്ന രസകരമായ കഥാപാത്രത്തെയാണ് ജഗദീഷ് അവതരിപ്പിച്ചത്. ചിത്രത്തിൽ മുകേഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഉറ്റ സുഹൃത്താണ് ഹൃദയഭാനു. പതിവ് പോലെ തന്നെ ഈ ജഗദീഷ് കഥാപാത്രവും ധാരാളം ഊരാക്കുടുക്കുകൾ സൃഷ്ടിക്കുകയും പല ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്ത് പ്രേക്ഷകനെ പൊട്ടിച്ചിരിപ്പിച്ചു. യു ലുക്ക് ബ്യൂട്ടിഫുൾ വിച്ച് ഈസ് ചുരിദാർ സാൽവാർ കമീസ് ആൻഡ് ഷോൾ. സോപ്പാണല്ലേ? അതെ, കുട്ടിക്കാലം മുതലേ ഞാൻ പിയേഴ്സ് സോപ്പ് തേച്ചാണ് കുളിക്കുന്നത്. 5 സ്റ്റാർ ഹോസ്പിറ്റൽ, ദീപസ്തംഭം മഹാശ്ചര്യം, സേതുരാമയ്യർ CBI, 2 ഹരിയർ നഗർ, ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ, ദേവദൂതൻ, കാക്കക്കുയിൽ, നന്ദനം, ഹലോ തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ ജഗദീഷിന്റെ മികച്ച ചിത്രങ്ങളിൽ ചിലതു മാത്രമാണ്. എന്നാൽ 2016 രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലീല എന്ന സിനിമയിലെ തങ്കപ്പൻ നായർ എന്ന കഥാപാത്രം ജഗദീഷിന്റെ കരിയറിൽ മറ്റൊരു വഴിത്തിരിവായി മാറി. നെഗറ്റീവ് ഷെയ്ഡുള്ള ആർക്കും വെറുപ്പ് തോന്നിക്കുന്ന ആ കഥാപാത്രം ജഗദീഷ് അതിഗംഭീരമായി അഭിനയിച്ച് ഫലിപ്പിക്കുകയായിരുന്നു. ആ കഥാപാത്രത്തിലൂടെ ജഗദീഷ് എന്ന നടന്റെ മറ്റൊരു സാധ്യത മലയാളികളുടെ മുൻപിലേക്ക് തുറക്കുകയായിരുന്നു. തുടർന്ന് വന്ന വർഷങ്ങളിൽ ജഗദീഷിനെ തേടി വ്യത്യസ്തങ്ങളായ നിരവധി കഥാപാത്രങ്ങൾ എത്തുകയും ചെയ്തു. 48 മണിക്കൂറിനകം ബാൻ മാസ്റ്റർ ഈ പുഷ്കരം കൊണ്ടുവന്നില്ലെങ്കിൽ മാഷിന്റെ പേര് മാഷിന്റെ പട്ടി കിട്ടോ? ഇല്ല, എന്റെ പട്ടി കിട്ടോ? കാപ്പ, റോഷാക്ക്, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, പൂക്കാലം, ഗരുഡൻ, ഫാലിമി, നേര്, അബ്രഹാം ഓസ്ലർ എന്നീ ചിത്രങ്ങളിലെ ഗംഭീരവും വ്യത്യസ്തവുമായ അഭിനയങ്ങളിലൂടെ ജഗദീഷ് എന്ന നടൻ നമ്മളെ ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത പുതിയ രൂപങ്ങളിലും ഭാവങ്ങളിലും ജഗദീഷിനെ വരും നാളുകളിൽ വെള്ളിത്തിരയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനായി നമുക്ക് കാത്തിരിക്കാം. ഒപ്പം പുതിയ താരത്തിന്റെ പുതുമ നിറഞ്ഞ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. Till then, this is Angel Miri signing off. Bye.